പൂർണ്ണമായിട്ടും കോടതി ഈ സാഹചര്യ തെളിവുകളെല്ലാം തന്നെ പ്രോസിക്യൂഷൻ ഉന്നയിച്ച സാഹചര്യ തെളിവുകൾ വ്യക്തമായിട്ട് കണ്ടെത്തുകയും യഥാർത്ഥത്തിൽ മറ്റൊരു വലിയ പ്രധാനപ്പെട്ട ഒരു തെളിവെന്ന് പറയുന്നത് പോലീസ് 307 IPC പോലീസിന് യഥാർത്ഥത്തിൽ അതിനകത്ത് ചേർക്കാൻ കഴിയാതിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം 22/8/2022 ഗ്രീഷ്മ ഇതിൽ ഒരു വളരെ ഹെവി ഡോസ് ഓഫ് പാരസിറ്റമോൾ കലക്കിയത് ജ്യൂസാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അത് കൊടുത്ത് വധിക്കാനായിട്ട് നടത്തിയിരുന്നു. പക്ഷേ ആ ശ്രമം ഷാരോൺ രാജ് ആ ജ്യൂസ് തുപ്പിക്കളഞ്ഞതുകൊണ്ട് കയ്പ് കാരണം അത് വിജയിച്ചില്ല. അത് കോടതിയിൽ വ്യക്തമായി മറ്റ് ഡിജിറ്റൽ എവിഡൻസിലൂടെയും അതുപോലെ മറ്റ് സാഹചര്യ തെളിവുകളിലൂടെയും വളരെ അസന്നിഗ്ധമായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ആ 307 IPCയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പ്രീവിയസ് ഒരു ആൻറ്റിസിഡൻസ് ഈ പ്രതിക്കില്ല എന്ന് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളൊരു വാദമുഖം കൂടി കോടതി ഈ ജഡ്ജ്മെൻറ്റിൽ വളരെ വിശദമായിട്ട് ഈ പ്രായത്തിൻ്റെ കാര്യം ഉന്നയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ മാത്രമേ അത് വേണ്ടി വരുന്നുള്ളൂ. തെളിവെടുക്കുന്ന സമയത്ത് പ്രതി കുറ്റക്കാരനാണോ ഇല്ലയോ എന്നുള്ള സാഹചര്യത്തിലേക്ക് മാത്രമേ തെളിവ് കൊടുക്കേണ്ട കാര്യം വരുന്നുള്ളൂ. അത് ഏത് ക്രിമിനൽ കേസിലും അത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ആ ഭാഗത്തെപ്പറ്റി അപ്പോൾ അങ്ങനെ ഒരു ചർച്ച വരികയോ ഒരു പരാമർശം ഉണ്ടാവുകയോ ചെയ്യാതിരുന്നത്.